ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈകുണ്ഠ ഏകാദശി, അതല്ലെങ്കിൽ മോക്ഷദ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. 23-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. ഇനി എന്താണ് ഈ മോക്ഷദ ഏകാദശിയുടെ അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശിയുടെ കഥ എന്ന് പറയുന്നത്? ഉൽപ്പന്ന ഏകാദശിയുടെ ഉത്ഭവം, മഹത്വം മുതലായവ കേട്ടതിന് ശേഷം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഏറ്റവും ആദരണീയനായ ഭഗവാൻ ശ്രീകൃഷ്ണ, മഹാത്രിലോകനാഥ, എല്ലാവർക്കും സന്തോഷവും മോക്ഷവും നൽകുന്ന ഭഗവാനെ ഞാൻ അങ്ങയെ വണങ്ങുന്നു. എനിക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ട്. എൻ്റെ ആ ജിജ്ഞാസയെ അങ്ങ് തൃപ്തിപ്പെടുത്തി തരണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിക്കുകയാണ്, ഹേ അർജുന, നിനക്ക് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? അത് നീ നിർഭയം എന്നോട് ചോദിക്കുക. ഞാൻ തീർച്ചയായും നിൻ്റെ ആ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തും. ഉടനെ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്, മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെക്കുറിച്ച് അങ്ങ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതേതാണ്? ഉൽപ്പന്ന ഏകാദശി. അത് എനിക്ക് വലിയ സമാധാനം നൽകി. ഇനി മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച് എന്നോട് പറയൂ. എന്താണ് അതിൻ്റെ പേര്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ആ വ്രതം നോൽക്കേണ്ടത്? അത് ആ വ്യക്തിക്ക്, വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നൽകുന്നത്? എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഭഗവാനെ അങ്ങ് വിശദമായി ഉത്തരം നൽകണമേ എന്ന് പറയുകയാണ്. അർജുനൻ്റെ ജിജ്ഞാസ കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, നിങ്ങൾ വളരെ മികച്ച ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിക്കും. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പല പാപങ്ങളെയും നശിപ്പിക്കാൻ പോകുന്നത്ര ശക്തിമത്താണ്. ലോകത്ത് ഇത് മോക്ഷദ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഏകാദശിയിൽ ശ്രീ ദാമോദരനെ വിളക്ക്, ധൂപം, നൈവേദ്യം മുതലായവ കൊണ്ട് ഭക്തിപൂർവ്വം ആരാധിക്കണം. ഹേ കുന്തിപുത്ര, ഈ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്താൽ നരകത്തിൽ പോയ മാതാവും പിതാവും പൂർവികരും സ്വർഗം പ്രാപിക്കുന്നു. അതിൻ്റെ കഥ പുരാണത്തിൽ ഇപ്രകാരമാണ്, അത് കേൾക്കുക എന്നും പറഞ്ഞ് കഥ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വൈഖാനസ് എന്ന ഒരു രാജാവ് ഒരു പുരാതന നഗരത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നു. 4 വേദങ്ങളും അറിയാവുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ താമസിക്കുകയും ചെയ്തിരുന്നു. രാജാവ് തൻ്റെ പ്രജകളെ തൻ്റെ മക്കളെ പോലെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്നു. ഒരു രാത്രി ഈ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ പിതാവ് നരകയാതന അനുഭവിക്കുന്നതായി സ്വപ്നം കാണുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് രാജാവ് വളരെയധികം വിഷമിച്ചു. ഏത് രാജാവ്? വൈഖാനസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം വളരെ വിഷമിച്ചിട്ട് നേരം പുലർന്നപ്പോൾ ഈ ബ്രാഹ്മണരെയൊക്കെ വിളിച്ചിട്ട് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഹേ ബ്രാഹ്മണരെ, രാത്രിയിലെ സ്വപ്നങ്ങളിൽ അച്ഛൻ നരകയാതന അനുഭവിക്കുന്നതായി ഞാൻ കാണുന്നു. കഠിനമായ നരകത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം എന്നോട് യാചിക്കുകയാണ്, മകനെ, എന്നെ ഇവിടുന്ന് മോചിപ്പിക്കണമേ എന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ മുതൽ എനിക്കൊരു മനസ്സമാധാനവുമില്ല. എങ്ങനെയാണ് ഞാൻ ഇതിനൊരു പരിഹാരം കാണേണ്ടതെന്ന് ഉടനെ തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു തരുമെന്ന് പറയുന്നു. രാജാവിൻ്റെ ഉള്ളിലെ ദുഃഖത്തിൻ്റെ വേദന കേട്ട് ബ്രാഹ്മണർ പരസ്പരം ചർച്ച ചെയ്തു. എന്നിട്ട് ഏകകണ്ഠമായി പറഞ്ഞു, മഹാരാജൻ, വർത്തമാനവും ഭൂതവും ഭാവിയും അറിയുന്ന പർവ്വതൻ എന്ന ഒരു മഹർഷി ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. താങ്കൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി താങ്കളുടെ പ്രശ്നം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഒരു ലളിതമായ പരിഹാരം എന്തായാലും അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറയുകയാണ്. രാജാവ് ബ്രാഹ്മണരുടെ ഉപദേശം പാലിച്ച് മുനിയുടെ ആശ്രമത്തിലേക്ക് പോയി. ചതുർവേദ വിദഗ്ധനായ പർവ്വതമുനി മറ്റൊരു ബ്രഹ്മാവിനെ പോലെ അവിടെ ഇരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. രാജാവ് അദ്ദേഹത്തിനെ വണങ്ങി സ്വയം പരിചയപ്പെടുത്തി. പർവ്വതമുനി രാജാവിനോട് സുഖവിവരം അന്വേഷിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഹേ മുനിയെ,
അങ്ങയുടെ കൃപയാൽ എൻ്റെ രാജ്യത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇത്തരമൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ രാജാവ് വിഷമിച്ച മനസ്സോടെ മുനിയോട് താൻ രാത്രിയിൽ കണ്ട സ്വപ്നത്തിൻ്റെ മുഴുവൻ കഥയും പറഞ്ഞു. എന്നിട്ട് സങ്കടകരമായ സ്വരത്തിൽ പറഞ്ഞു, ഹേ മഹർഷി, അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ്. എങ്ങനെയാണ് നരകയാതനയിൽ നിന്നും ഞാൻ എൻ്റെ പിതാവിനെ മോചിപ്പിക്കുന്നത്? പർവ്വതമുനി രാജാവിൻ്റെ വാക്കുകൾ ഗൗരവത്തോടെ ശ്രദ്ധിച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ച് ഭൂതത്തെയും ഭാവിയെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഗൗരവമായി ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, എൻ്റെ യോഗശക്തിയാൽ നിങ്ങളുടെ പിതാവിൻ്റെ എല്ലാ ദുഷ്പ്രവർത്തികളെക്കുറിച്ചും എനിക്ക് അറിവ് ലഭിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യമാരോട് അദ്ദേഹം വിവേചനം കാണിച്ചു. അദ്ദേഹം തൻ്റെ ഭാര്യമാരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ആ പാപപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് താങ്കളുടെ പിതാവ് നരകത്തിൽ പോയിരിക്കുന്നത്. ഇതറിഞ്ഞ് വൈഖാനസ് രാജാവ്, അതായത് മുനിയെ കാണാൻ പോയ രാജാവ്, യാചനാസുരത്തിൽ പറഞ്ഞു, ഹേ മഹർഷി, എൻ്റെ പിതാവിൻ്റെ രക്ഷയ്ക്കായി എന്തെങ്കിലും ഒരു പരിഹാരമാർഗം അങ്ങ് എന്നോട് ദയവായി പറയൂ. ഇതേപ്പറ്റി പർവ്വതമുനി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ മോക്ഷദ ഏകാദശി എന്ന് വിളിക്കുന്നു. അത് മോക്ഷം പ്രദാനം ചെയ്യുന്നു. ഈ മോക്ഷദ ഏകാദശിയിൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുകയും ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യം പണയം വെച്ചുകൊണ്ട് പിതാവിന് സമർപ്പിക്കുകയും വേണം. ഏകാദശിയുടെ പുണ്യഫലം തീർച്ചയായും നിങ്ങളുടെ പിതാവിനെ മോചിപ്പിക്കും. പർവ്വതമുനിയുടെ വാക്കുകൾ കേട്ട് രാജാവ് സന്തോഷത്തോടുകൂടി തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി. കുടുംബത്തോടൊപ്പം അദ്ദേഹം മോക്ഷദ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ മുഴുവൻ പുണ്യവും രാജാവ് പിതാവിന് സമർപ്പിച്ചു. മുമ്പേ പറഞ്ഞു, പണയം വെച്ചുകൊണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ആ പുണ്യത്തിൻ്റെ ഫലം രാജാവല്ല എടുത്തത്, അത് ആർക്ക് കൊടുക്കുകയാണ്? തൻ്റെ പിതാവിന് കൊടുക്കുകയാണ്. സ്വർഗത്തിൽ അങ്ങനെ പിതാവിന് എന്ത് സംഭവിച്ചു? സ്വർഗത്തിലേക്ക് ഉള്ള ഒരു മോക്ഷം ലഭിച്ചു. സ്വർഗത്തിലേക്ക് പുറപ്പെടുമ്പോൾ രാജാവിൻ്റെ പിതാവ് പറഞ്ഞു, ഹേ മകനെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, പാണ്ഡുപുത്ര, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും നശിക്കുകയും ഒടുവിൽ സ്വർഗം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ വ്രതത്തേക്കാൾ ഉത്തമവും മോക്ഷവും നൽകുന്നതുമായ മറ്റൊരു വ്രതമില്ല. ഈ കഥ കേൾക്കുന്നതും വായിക്കുന്നതും അനന്തമായ ഫലങ്ങൾ നൽകുന്നു. മോക്ഷം പ്രദാനം ചെയ്യുന്ന ചിന്താമണി പോലെയാണ് ഈ വ്രതം. അതിലൂടെ നോമ്പുകാരൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നു. ഹേ അർജുന, എല്ലാ മനുഷ്യർക്കും മോക്ഷം നേടാനുള്ള ശക്തമായ ആഗ്രഹമുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷദ ഏകാദശിയിലെ ഈ വ്രതം വളരെ വളരെ പ്രധാനമാണ്. ഒരു മകൻ്റെ പിതാവിനോടുള്ള ഉത്തരവാദിത്വത്തിന് ഈ കഥയേക്കാൾ മികച്ച ഒരു ഉദാഹരണമില്ല. അതിനാൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെ ഓർത്ത് ഈ വ്രതം പൂർണ്ണമായ ഭക്തിയോടും വ്രതനിഷ്ഠയോടും കൂടി ആചരിക്കണം. പിതാവിനോടുള്ള ഭക്തിയുടെയും മറ്റുള്ളവർക്ക് പുണ്യം നൽകുന്നതിൻ്റെയും മഹത്തായതും പവിത്രവുമായ ഒരു കഥയാണിത്. ഈ വ്രതാനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല, അവൻ്റെ പൂർവികർക്കും വളരെയധികം ഗുണകരമാണ്. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം നിങ്ങളുടെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുന്നതോടെ അവരുടെ പാപങ്ങളും കഷ്ടപ്പാടുകളും നശിക്കും. അപ്പോൾ മോക്ഷദ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശിയെ പറ്റിയുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വ്രതം എടുക്കാൻ സാധിക്കുമോ? മക്കൾക്ക് വേണ്ടി വ്രതം എടുക്കാൻ അമ്മയായ എനിക്ക് സാധിക്കുമോ? അവർക്കതിനുള്ള സാഹചര്യമില്ല. ഈ ഏകാദശി വ്രതം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എടുക്കാം.
അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ മക്കൾക്ക് വേണ്ടി എടുക്കണം. മക്കൾക്ക് വേണ്ടിയാണ് ഒരു അമ്മമാർ വ്രതം എടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ മറ്റെന്തെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. കുട്ടികൾ നന്നായി പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്നതിന് തടസ്സമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അതല്ല നമ്മൾക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അപ്പം എല്ലാവർക്കും വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് ഏതെന്ന് പറയുന്നത് മോക്ഷദ ഏകാദശി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ് ഈ കഥയും എങ്ങനെ ചെയ്യണമെന്നുള്ളതും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഏകാദശി മുടക്കരുത്. ഈ ഏകാദശി എന്നല്ല, എല്ലാ മാസത്തെയും ഏകാദശിക്ക് പ്രത്യേകം ഫലങ്ങളുണ്ട്. കലിയുഗത്തിൽ ഭഗവാൻ നാരായണനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ശരണാഗതി ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ, പ്രത്യേകിച്ച് ധനുമാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഏകാദശികളും നിങ്ങൾ എടുക്കുക. ഓരോ ഏകാദശിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഭഗവാനെ ഏത് രൂപത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. ജപിക്കുക. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച 22, 23, 24 ദിവസങ്ങൾ ഭഗവാന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. മോക്ഷദ ഏകാദശിയുടെ കഥ ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്, കഥ കേൾക്കുന്നതും വായിക്കുന്നതും പുണ്യം പ്രദാനം ചെയ്യും. ശ്രവണം വളരെ പുണ്യമാണ്. കാരണം നിങ്ങൾക്കൊരു പുസ്തകം എടുത്തു വെച്ച് വായിക്കാൻ ചിലപ്പം നിങ്ങളുടെ തിരക്കിൽ സമയം കിട്ടില്ല. പക്ഷേ ഒരു വീഡിയോയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് പോലും അത് കേൾക്കാം. കേൾക്കുന്നത് പോലും എന്താണ്? പുണ്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു ജപമാല തയ്യാറാക്കുക. എത്രയും പെട്ടെന്ന് ഒരു ജപമാല തയ്യാറാക്കുക. ജപമാല ഉപയോഗിച്ച് തന്നെ ജപിക്കാൻ ശീലിക്കുക, പ്രാർത്ഥിക്കുക. പിന്നീട് ഈ മോക്ഷദ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി ദിവസമാണ് ഗീതാ ജയന്തി ദിനമായി ആചരിക്കുന്നത്. അന്നാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഗീത വായിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഭഗവത്ഗീത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ആദ്യത്തെ ഭാഗം, അത് നിങ്ങൾക്ക് കേൾക്കാം. സമയം കിട്ടുന്നെങ്കിൽ നോക്കട്ടെ, ഏതെങ്കിലും ഒരു നല്ല അധ്യായം ഞാനത് കഥയായി പറഞ്ഞു തരാം. എല്ലാവരും ഈ രീതിയിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും, തീർച്ചയാണ്. കാരണം ഭക്തരെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഉദാഹരണ സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടില്ലാത്തവർ അത് പോയി കേൾക്കുക. അതുപോലെ ഒരുപാട് കഥകൾ, മുചുകുന്ദ മോക്ഷം, കുചേലനും ഭഗവാനും കണ്ടുമുട്ടുന്നത്, അജാമിള മോക്ഷം, ഇങ്ങനെ ധാരാളം കഥകൾ ഭഗവാന്റെ ഞാൻ ഈ വീഡിയോയിൽ, ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ആ കഥകളൊക്കെ എടുത്തു വെച്ച് കേൾക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ ആ കഥകൾ പറഞ്ഞു കൊടുക്കുകയും വേണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഏകാദശി വ്രതം എടുക്കണം. ഇനി വ്രതത്തിലിരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പോലും പ്രാർത്ഥന യാതൊരു കാരണവശാലും മുടക്കരുത്. ഭഗവാനോട് പറയുക, എനിക്ക് ഈ തവണ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അതൊരു കാരണവശാലും മുടക്കരുത്. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇന്ന സമയമൊന്നൊന്നുമില്ല, ഏത് സമയത്തും പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.